എം മുകുന്ദൻ നമുക്കൊപ്പം ചേരുന്നു. മുകുന്ദേട്ട, ഒന്നും പറയാനില്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട് എന്നാണ് നമ്മളെപ്പോഴും പറയാറ്. മുകുന്ദേട്ടൻ മാഹിന്ന് ഇപ്പോൾ പുറപ്പെട്ടു വന്നു അല്ലേ? ഞാൻ രാവിലെ പുറപ്പെട്ടു. രാത്രി തന്നെ വിവരം അറിഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ ചാനലുകാർ പലരും വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് എന്തോ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മനസ്സ് നിറയെ വിഷമം. അപ്പം അങ്ങനെ വിഷമമുള്ള സമയത്ത് മിണ്ടാതിരിക്കാൻ നമുക്ക് തോന്നുക. അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്തിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് അസുഖം ഉണ്ടല്ലോ. പക്ഷെ എങ്കിലും അത് വിവരം പെട്ടെന്ന് ടി വിയിലെ വാർത്ത കണ്ടപ്പോൾ തകർന്നു പോയി. 2 ആഴ്ച മുമ്പാണ് നമ്മൾ മുകുന്ദേട്ടൻ്റെ ആദ്യ കഥ എഴുതിയതും MT കഥയുടെ തലക്കെട്ടുകളും അതിൻ്റെ വാക്യങ്ങളും മാറ്റി കൂടുതൽ സമഗ്രമായി അഴിച്ചു പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാലത് സംഭവിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ എത്ര തന്നെ മുൻകരുതലെടുത്താലും തകർന്നു പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ MT ആയിട്ട് ദീർഘകാലത്തെ ബന്ധമല്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ എഴുതി തുടങ്ങുന്ന കാലം മുതൽ MT അതിന് മുമ്പ് തന്നെ, ഞാൻ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നാലുകെട്ട് വായിക്കുമ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ ചെറുപ്പമായിരുന്നു, 17 വയസ്സോ മറ്റുള്ളൂ. അപ്പം അന്ന് മുതൽ MT മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഞാൻ ആദ്യം മാതൃഭൂമിക്ക് അയക്കുന്ന, ആഴ്ചപ്പേപ്പിന് അയക്കുന്ന കഥകളൊക്കെ MT തിരുത്താറുണ്ട്, ശീർഷകം പോലും മാറ്റിയിട്ടുണ്ട്. അപ്പം ആ കഥ ശക്തിപ്പെടുത്തിയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അന്ന് എഴുതി പഠിക്കുന്ന ഒരാളാണ്, അക്ഷരത്തെറ്റുകളോടെ എഴുതുന്ന ഒരാൾ. അപ്പം അന്ന് തുടങ്ങുന്നു MT-കുറിച്ചുള്ള മയ്യഴിപ്പുഴ, പിന്നെ സീരിയലൈസ് ചെയ്യും. മയ്യഴിപ്പുഴ. പിന്നെ ദീർഘകാലമായിട്ടുള്ള ബന്ധം അധികം പിന്നെ ഞാൻ അടുത്തിരുന്നില്ല. അതിനുള്ള കാരണം ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും MT ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ഞാൻ പിന്നെ പോയി കാണാറുണ്ടായിരുന്നു. പിന്നെ മാഹിയിൽ അത് വന്നിരുന്നത്, മാഹിയിൽ വളരെ വിരളമായിട്ട് MT വന്നിട്ടുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം വന്നത് ഏകദേശം 10-20 വർഷം മുമ്പ് എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തലേന്ന് വന്നിരുന്നു. MTയും അശ്വതിയും വന്നിരുന്നു. MTക്ക് മുകുന്ദേട്ടൻ ഡൽഹിക്കാരനായ എനിക്കോ? എനിക്ക് ഒരുപക്ഷെ അല്ല. അന്ന് നമ്മൾ പിന്നെ അവിടെ ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നല്ലോ, ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് പൊഴുത്തി പറയല്ല, എനിക്കായിരുന്നു അവരിൽ എല്ലാവരേക്കാളും കൂടുതൽ MT ആയിട്ടുള്ളൊരു ബന്ധം എനിക്കായിരുന്നു. അവിടുത്തെ മറ്റ് നമ്മൾ മലയാളി എഴുത്തുകാരേക്കാളും. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ എഴുത്ത് പഠിപ്പിച്ച ആളാണ്. എങ്ങനെയാണ് MTയുടെ എഴുത്തിനെ? MTയുടെ എഴുത്തിൻ്റെ വെച്ചാൽ ഈ അത്ഭുതകരമായിട്ടുള്ള എഴുത്ത്, അതായത് നിയന്ത്രണമാണ്, തേച്ച് മിനുക്ക് ഓരോ വാക്കും. ഇപ്പം നമ്മുടെ പിന്നെ എഴുത്തിൻ്റെ, നമ്മുടെ നോവലുകളുടെ കഥകളുടെയൊക്കെ വലിയൊരു പോരായ്മ നമ്മൾ എഴുത്തുകാർ കാണിക്കുന്ന അശ്രദ്ധയാണ്. എഡിറ്റിംഗ് ഇല്ല. MT എഴുതുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്ക് എടുത്തു മാറ്റാൻ നമുക്ക് കഴിയില്ല MTയുടെ കഥയിൽ നിന്ന്. അപ്പോൾ MTയുടെ സാഹിത്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്, അതിന് എനിക്ക് മലയാളം വാക്ക് കിട്ടുന്നില്ല. നമ്മൾ ഈ സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ്. ഒരു കഥയെ അത്രമാത്രം ചേച്ചി മിനുക്കി എത്രയും ഭംഗിയോടെ കൂടെ അവതരിപ്പിക്കുന്ന, അല്ലെ നോവലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഏക എഴുത്തുകാരനാണ്. അല്ല, മലയാളത്തിൽ വേറെ ആരും അങ്ങനെയില്ല. മലയാളത്തിൽ ആരുമില്ല, ആർക്കും ഇത് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഈ നിയന്ത്രണം, ഈ ആത്മനിയന്ത്രണം, എഴുതുന്നതിന് ഇത്ര ശ്രദ്ധയോടെ എഴുതുക, അത് നമ്മുടെ പാശ്ചാത്യ നാടുകളിൽ മാത്രം അങ്ങനെ കണ്ടിട്ടില്ല. അവിടുത്തെ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ. അത് ആ നിലയിൽ എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, നമ്മൾ പലരും പറയും പിന്നെ മലയാളത്തിൽ ഇന്നയാൾക്ക് നോബൽ സമ്മാനം കിട്ടണം എന്നൊക്കെ. പക്ഷേ നോബൽ സമ്മാനം അറിയിക്കുന്ന ഒറ്റ എഴുത്തുകാരനെ മലയാളത്തിലുള്ളൂ, അത് MT ആണ്. എഴുത്തുകാരൻ്റെ ഒരു അന്തസ്സ്, എഴുത്തുകാരൻ്റെ ആത്മാഭിമാനം, അന്തസ്സ്, അതും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. ആദ്യമായിട്ട് ഒരിക്കലും ഞാൻ MTയോടെ വന്നപ്പം ഞാൻ വിളിച്ചു കേട്ടോ, അത് വളരെ വർഷം മുമ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ, വരൂ. ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാണ് വരേണ്ടത്? അഷ ഹോട്ടലിൽ നിന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അന്ന് അഷ ഹോട്ടൽ എന്ന് പറയുന്നത് പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരൊക്കെ വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമാണ്. അത് അത്രയും വലിയ ഹോട്ടലാണ് അക്കാലത്ത്. അപ്പോൾ അവിടെയാണ് MT ഞാൻ കാണുന്നത്. അപ്പോൾ MT അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എഴുത്തുകാരന് ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ താമസിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസം MT നമുക്ക് നൽകിയിട്ടുണ്ട്, മലയാളി എഴുത്തുകാർക്ക്. ഇപ്പം വെയിലത്തധികം നേരം നിർത്തുന്നില്ല. ഇനി ഒന്നുമില്ല. MT പോയി. MT ഇല്ലെങ്കിലും MT ഓർമ്മ എനിക്ക് വഴികാട്ടിയായിരിക്കും.
എം ടി കൂടുതൽ വായിക്കപ്പെടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം പിന്നെ എം ടിയുടെ ഓർമ്മകൾ എന്നിലുണ്ടാവും. ഞാൻ ഓർമ്മകളെ പിന്തുടരും. അതായത് ഇനി എന്നെ എനിക്ക് വഴികാട്ടി ഓർമ്മകളായിരിക്കും. താങ്ക് യു മുകുന്ദേട്ടാ. അത്യസാധാരണമായ പദധ്യാനവുമായി ശൈലിയെ നിരന്തരം നവീകരിച്ച എഴുത്തുകാരൻ എന്ന് എം മുകുന്ദൻ എം ടി വാസുദേവൻ നായരെ ഓർക്കുന്നു.